1673 സിസ്റ്റർ മാർഗരറ്റ് മേരി അലക്കോക്കിന് പ്രത്യക്ഷപ്പെട്ടിട്ട് ഈശോ അവളോടായി പറഞ്ഞു, ഇതാ മനുഷ്യരെ സ്നേഹിക്കുന്ന എൻ്റെ ഹൃദയം, ഈ ഹൃദയത്തിലേക്ക് നിനക്കും സ്വാഗതം. ബാല്യത്തിൽ കർത്താവിൻ്റെ മണവാട്ടിയാകണമെന്ന് ആഗ്രഹിച്ച മാർഗരറ്റ് യുവത്വത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ലൗകിക ആർഭാടങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ട് തൻ്റെ ജീവിതം നൃത്ത പരിപാടികൾക്കും മറ്റുമായി മാറ്റിവെച്ചു. ആ അവസരത്തിലൊരിക്കൽ മുൾക്കിരീടമണിഞ്ഞ് പീഡാസഹനങ്ങൾ നേരിടുന്ന ക്രിസ്തുവിൻ്റെ ഒരു ദർശനം അവൾക്കുണ്ടായി. അതോടെ പശ്ചാത്താപവിവശയായി തൻ്റെ 24-ാമത്തെ വയസ്സിൽ മാർഗരറ്റ് വിസിറ്റേഷൻ കോൺവെൻറ്റിൽ പ്രവേശിച്ചു. എൻ്റെ ഇഷ്ടം നീ ഇവിടെ ആയിരിക്കുന്നതാണ് എന്നൊരു നിഗൂഢ സ്വരം അവളോട് പറയുന്നതായി മാർഗരറ്റിന് അനുഭവപ്പെട്ടു. മുൾക്കിരീടത്താൽ ആവരണം ചെയ്യപ്പെട്ട അഗ്നിജ്വാലകളാൽ ജ്വലിക്കുന്ന കുത്തിമുറിവേൽപ്പിക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയം അവൾ ദർശിച്ചു. ഈശോ മാർഗരറ്റിനോടായി പറഞ്ഞു, എല്ലാ വ്യാഴാഴ്ച രാത്രികളിലും തിരുമണിക്കൂർ ആചരിക്കണം. ആദ്യ വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കണം. തിരുഹൃദയ തിരുനാൾ ആഘോഷിക്കണം. 1675 വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ മുൾമുടി ചുറ്റിയ പ്രകാശം ചൊരിയുന്ന കുന്തത്താൽ കുത്തിത്തുറക്കപ്പെട്ട തിരുഹൃദയം മാർഗരറ്റിനെ കാണിച്ചുകൊണ്ട് ദൃശ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട കർത്താവ് അവളോട് പറഞ്ഞു, മനുഷ്യരോട്, പ്രത്യേകിച്ച് നിന്നോടുള്ള സ്നേഹത്താൽ എരിയുന്ന എൻ്റെ ഹൃദയം കാണുക. അത് ലോകമാസകലം പ്രചരിപ്പിക്കുവാൻ നിന്നെ ഞാനൊരു ഉപകരണമായി തിരഞ്ഞെടുത്തിരിക്കുന്നു. എൻ്റെ ഹൃദയം മാനവകുലത്തോടുള്ള അനന്തമായ സ്നേഹത്താൽ വീർപ്പുമുട്ടുന്നു. ആ സ്നേഹം നിന്നിലൂടെ എല്ലാവരിലേക്കും എത്തിച്ചേരണം. പിന്നീട് തൻ്റെ തിരുഹൃദയത്തെ വേണ്ടവിധം വണങ്ങുന്നവർക്കുള്ള 12 വാഗ്ദാനങ്ങൾ അവിടുന്ന് അറിയിച്ചു. അത് ഇപ്രകാരമായിരുന്നു: എൻ്റെ ഭക്തന്മാർക്ക് അവരുടെ അന്തസ്സിനാവശ്യമായ സകല പ്രസാദവരങ്ങളും ഞാൻ നൽകും. അവരുടെ കുടുംബത്തിൽ ഞാൻ സമാധാനം സ്ഥാപിക്കും. അവരുടെ സകല ക്ലേശങ്ങളിലും ഞാൻ അവരെ ആശ്വസിപ്പിക്കും. ജീവിതകാലത്തും പ്രത്യേകിച്ച് മരണസമയത്തും ഞാൻ അവർക്ക് അഭയസ്ഥാനമായിരിക്കും. അവരുടെ പ്രവൃത്തികളിലെല്ലാം ധാരാളം അനുഗ്രഹങ്ങൾ വർഷിക്കും. പാപികൾ എൻ്റെ ഹൃദയത്തിൽ കാരുണ്യത്തിൻ്റെ ഒരു സമുദ്രം തന്നെ ദർശിക്കും. മന്ദഭക്തർ തീഷ്ണതയുള്ളവരായിത്തീരും. തീഷ്ണതയുള്ള ആത്മാക്കൾ അതിവേഗം പുണ്യപൂർണത പ്രാപിക്കും. എൻ്റെ ഹൃദയത്തിൻ്റെ ചിത്രം സ്ഥാപിക്കുകയും വണങ്ങുകയും ചെയ്യുന്ന ഭവനങ്ങളെ ഞാൻ ധാരാളമായി ആശീർവദിക്കും. എല്ലാ പുരോഹിതർക്കും ഏറ്റവും കഠിന ഹൃദയങ്ങളെപ്പോലും സ്പർശിക്കാനുള്ള വരം ഞാൻ നൽകും. ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ പേരുകൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ എഴുതി ചേർക്കും. അതൊരിക്കലും മായ്ക്കപ്പെടുകയില്ല. മാസാദ്യ വെള്ളിയാഴ്ചകളിൽ എൻ്റെ ഹൃദയത്തിൻ്റെ സ്തുതിക്കായി മുടങ്ങാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവർ മരിക്കുന്നതിന് മുമ്പ് അവരുടെ പാപങ്ങളുടെ മേൽ അവർക്ക് ഉത്തമ മനസ്താപമുണ്ടാകും. അവർ എൻ്റെ ഇഷ്ടപ്രസാദം കൂടാതെയും വിശുദ്ധ കൂദാശകൾ സ്വീകരിക്കാതെയും മരിക്കുകയില്ല. അവരുടെ മരണസമയത്ത് എൻ്റെ ഹൃദയം അവരുടെ അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും. പക്ഷേ സിസ്റ്റർ മാർഗരറ്റിൻ്റെ ഈ വെളിപ്പെടുത്തലുകൾ ആരും തന്നെ വിശ്വസിച്ചില്ല എന്ന് പറയാം. ഏറെ സഹനങ്ങളും പീഡനങ്ങളും മാർഗരറ്റിന് നേരിടേണ്ടതായിട്ട് വന്നു. എങ്കിലും തിരുഹൃദയഭക്തി പ്രചരിപ്പിക്കുന്നതിലും തിരുഹൃദയഭക്തിയിലൂടെ ലഭിക്കുന്ന വാഗ്ദാനങ്ങൾ വ്യാപിപ്പിക്കുന്നതിലും അവൾ വിജയിച്ചു. 1.5 വർഷക്കാലത്തോളം മാർഗരറ്റിന് നിരവധിയായ ദർശനങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു. ഈശോ സിസ്റ്റർ മാർഗരറ്റ് മേരി അലക്കോക്കിനോടായി പറഞ്ഞു, മനുഷ്യകുലത്തെ അതിരറ്റ് സ്നേഹിക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ഭക്തി പ്രചരിപ്പിക്കുന്നത് വഴിയായി മാനവവംശത്തോടുള്ള എൻ്റെ പ്രത്യേക സ്നേഹം ലോകത്തിന് മുമ്പിൽ ബോധ്യപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മുറിവേറ്റ എൻ്റെ ഹൃദയം
മനുഷ്യരുടെ നിന്ദാപമാനങ്ങളാൽ ഇന്നും മുറിവേറ്റുകൊണ്ടിരിക്കുന്നു. അതിനുള്ള പരിഹാരമായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ദൈവകാരുണ്യവും സ്നേഹവും എല്ലായിടത്തും ബഹുമാനിക്കപ്പെടണം, അതുപോലെ ആദരിക്കപ്പെടണം. അടുക്കൽ കുമ്പസാരിക്കണം. പ്രത്യേകിച്ച് ആദ്യ വെള്ളിയാഴ്ചകളിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും വിശുദ്ധ കുർബാനയിൽ ഈശോ അനുഭവിക്കുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാരം ചെയ്യണമെന്നും വിശ്വാസികളെ ബോധ്യപ്പെടുത്തണം. തിരുഹൃദയ തിരുനാൾ ദിനത്തിൽ ലോകമെമ്പാടുമുള്ള വിശുദ്ധ കുർബാന സ്വീകരിക്കാത്ത പാപത്തിൽ കഴിയുന്ന മനുഷ്യർക്ക് വേണ്ടി, അവരുടെ മാനസാന്തരത്തിന് വേണ്ടി കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് ഈശോ പറയുകയുമുണ്ടായി. എത്ര മുറിവേറ്റാലും സ്നേഹിക്കുന്ന, എത്ര അവഗണിക്കപ്പെട്ടാലും നമുക്കായി കാത്തിരിക്കുന്ന ഹൃദയമാണ് ഈശോയുടേത്. എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ഹൃദയം. അവിടുന്ന് ആരെയും മാറ്റി നിർത്തുന്നില്ല. തന്നെ ഒറ്റിക്കൊടുത്തവരെയും അവിടുന്ന് സ്നേഹിച്ചു. അവിടുത്തെ ഹൃദയത്തിൽ എല്ലാവർക്കും സ്ഥാനമുണ്ട്. ഈശോയുടെ തിരുഹൃദയ ചിത്രം സൂക്ഷിച്ചു നോക്കിയാൽ അവിടെ ഒരു ജ്വലിക്കുന്ന ഹൃദയത്തെ നമുക്ക് കാണാൻ സാധിക്കും. മനുഷ്യരോടുള്ള ഈശോയുടെ അനന്തമായ സ്നേഹമാണ് അത് സൂചിപ്പിക്കുന്നത്. ഹൃദയത്തെ ചുറ്റി മുള്ളുകളുടെ ഒരു കിരീടവുമുണ്ട്. മനുഷ്യരുടെ പാപങ്ങളും നന്ദികേടും മൂലം ഈശോ അനുഭവിച്ച വേദനകളെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഹൃദയത്തിന് മുകളിലുള്ള കുരിശ് രക്ഷാ ബലിയെയും, തീജ്വാല ദൈവസ്നേഹത്തിൻ്റെ തീഷ്ണതയും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെയുമാണ് ഓർമ്മിപ്പിക്കുന്നത്. അതിലെ പ്രകാശ കിരണങ്ങൾ ലോകത്തിലേക്ക് ഒഴുകുന്ന ദൈവകൃപയെയും, കുത്തിത്തുറക്കപ്പെട്ട ഹൃദയത്തിലെ മുറിവുകളെ കാണിച്ചുകൊണ്ട് ഈശോ എന്നോടും നിങ്ങളോടുമായി പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്. അവസാന തുള്ളി രക്തവും അവിടുന്ന് നമുക്കായി തന്നിട്ടാണ് കടന്നുപോയത്. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, എൻ്റെ ഹൃദയവും അങ്ങയുടെ ഹൃദയം പോലെ ആക്കണമേ എന്ന് നമുക്ക് അവിടുത്തോട് അപേക്ഷിക്കാം. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.